രാജ്യവ്യാപക SIR നടപടികൾ ആരംഭിച്ചു. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ മാനസ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. മാനസ, വലിയ പ്രതിഷേധങ്ങൾക്കിടെ സംസ്ഥാനത്തും SIR നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. നാളെ സർവകക്ഷി യോഗമൊക്കെ ചേരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാരൊക്കെ വീടുകളിലേക്ക് എത്തി തുടങ്ങിയോ വിവരശേഖരണത്തിനായി? ഇന്നു മുതലാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങുന്നത് എന്ന് അറിയിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടങ്ങി എന്ന് തന്നെയാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തുകയാണ് ചെയ്യുക. പിന്നീട് ഡിസംബർ 9-നാണ് വിവരങ്ങൾ ശേഖരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക. ശേഷം ജനുവരി 8 വരെ ഏതെങ്കിലും ആളുകൾക്ക്, ഏതെങ്കിലും പൗരന്മാർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്ന അവസാന സമയം അല്ലെങ്കിൽ തീയതി എന്ന് പറയുന്നത് ജനുവരി 8-ആണ്. ശേഷം ഫെബ്രുവരി 9-ഓടുകൂടി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇങ്ങനെയാണ് ആ പ്രവർത്തന രീതികൾ എന്ന് പറയുന്നത്. അത് ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് സംസ്ഥാന സർക്കാർ, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് ഇനി നാളെ ഒരു സർവകക്ഷി യോഗം കൂടി ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം ഒരുപക്ഷെ കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കവും നടത്തിയേക്കും. കാരണം ബീഹാറിൽ ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ 65 ലക്ഷത്തോളം ആളുകളാണ് പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് 2004, അതോടൊപ്പം തന്നെ 2002-നും 2004-നും ഇടയിലുണ്ടായ പട്ടികയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ പട്ടിക പരിഗണിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കരണം നടപ്പാക്കാൻ പോകുന്നത്. തീർച്ചയായും ഒരു വെല്ലുവിളി കൂടിയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നോ നാളെയോ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ തീയതിയും പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ധൃതി പിടിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ വിമർശിച്ചിരുന്നു. ശരി മാനസ, ഏതായാലും ആ രീതിയിൽ വിമർശനങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പറയുന്ന നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സന്തോഷ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. സന്തോഷം, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ടി പത്മനാഭന്റെ വീട്ടിൽ ഉദ്യോഗസ്ഥരെത്തി വിവരശേഖരണം നടത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ഇതുപോലെ എല്ലാ വീടുകളിലേക്കും BLOമാർ എത്തി തുടങ്ങിയോ? മനു, കണ്ണൂരിൽ ഈ SIRന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ BLOമാരും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ വീടുകളിൽ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരുമാണ് തുടക്കത്തിൽ പോകുന്നത്. കണ്ണൂരിൽ പള്ളിക്കുന്നിൽ കഥാകൃത്ത് ടി പത്മനാഭന്റെ വീട്ടിൽ കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ BLOമാരുമാണ് ഈ SIRന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എത്തിയത്. ടി പത്മനാഭന് 2 എന്യൂമറേഷൻ ഫോമുകൾ നൽകുകയും അത് പൂരിപ്പിച്ചു നൽകിയതിനു ശേഷം റസീറ്റും നൽകിയാണ് മടങ്ങിയത്. അതിനുശേഷം ഈ കലക്ടർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതിന്റെ ഒരു പ്രചരണാർത്ഥം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രധാനപ്പെട്ട വ്യക്തികളുടെ വീടുകളിൽ, അത് എല്ലാ ജില്ലകളിലുമുണ്ട്, കലക്ടർമാർ തന്നെ പോയി ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ട്, പരിഹരിച്ചിട്ടുണ്ട് എന്നുകൂടി കലക്ടർ പറഞ്ഞിട്ടുണ്ട്. ഈ ടി പത്മനാഭൻ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് കടന്നിട്ടില്ല. മരിക്കുന്നത് വരെ വോട്ട് ചെയ്യണം എന്ന് മാത്രം ആണ് ഒറ്റ വരിയിൽ അദ്ദേഹം പ്രതികരണമായി പറഞ്ഞത്. ഏതായാലും ഈ കലക്ടറുടെ നേതൃത്വത്തിൽ ടി പത്മനാഭന്റെ വീട്ടിൽ പോയതിനോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഈ BLOമാർ വീടുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ. ഏതായാലും ഒരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. വിവരങ്ങളാണ് സന്തോഷ നൽകിയത്.